ഇവിടെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. അപ്പോൾ ഇതിനകത്ത് ഇതുവരെ നീറ്റിനും അതിനു മുമ്പ് AIPMTക്കും ഒക്കെ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ഇതിനകത്തുണ്ട്. ഓക്കെ, സെയിം ഓർ സിമിലർ ക്വസ്റ്റ്യൻസേ നിങ്ങൾ നീറ്റിന് എക്സ്പെക്ട് ചെയ്യേണ്ടതുള്ളൂ. 2 point charges A and B having charges plus Q minus Q respectively are placed at a certain distance apart and the force acting between them is F. Okay, if 25% charge of A is transferred to B, ഇത് ഒന്ന് പ്ലസ് ക്യൂവും അടുത്തത് മൈനസ് ക്യൂ ആണ്. ഇനി എന്താണെന്നറിയോ, എയുടെ 25% എന്ന് പറഞ്ഞാൽ Q/4. എയിൽ നിന്ന് Q/4 ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം 3/4 ക്യൂ ആവും അല്ലേ. 1/4 എടുത്തു കഴിഞ്ഞാൽ പിന്നെ 3/4 ഉണ്ടാവുള്ളൂ. ആ Q/4 എടുത്തിട്ട് മൈനസ് ക്യൂവിന് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, അത് -3Q/4 ആവും. നേരത്തെ ക്യൂ ആയിരുന്നു, ഇപ്പൊ അതിന് പകരം എന്താ 3/4Q പ്ലസ് 3/4Q മൈനസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാന്നറിയോ, F പ്രപ്പോർഷണൽ ടു Q² ആണ്. അപ്പൊ കാരണം എന്താ, ചാർജസ് മാത്രമേ ഇവിടെ മാറ്റുന്നുള്ളൂ, രണ്ട് ചാർജും ഈക്വൽ ആണ്. പക്ഷെ എന്ത് മാറുന്നില്ല, ഡിസ്റ്റൻസ് മാറുന്നില്ല. അപ്പൊ നമുക്ക് F പ്രപ്പോർഷണൽ ടു Q², F'/F എന്ന് പറഞ്ഞാൽ Q'/Q². ഫസ്റ്റ് കേസിൽ രണ്ട് ചാർജും ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ് നേച്ചർ. സെക്കൻഡ് കേസിൽ രണ്ട് ചാർജും ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ് നേച്ചർ. ആ മാഗ്നിറ്റ്യൂഡ് മാത്രമേ മാറുന്നുള്ളൂ. ആദ്യം ചാർജ് ഓൺ ഈച്ച് പാർട്ടിക്കിൾ ഈസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് Q, and in the second case the charge on each particle of magnitude 3Q/4. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം, Q'/Q പറഞ്ഞു കഴിഞ്ഞാൽ 3/4² അതായത് 9/16 എന്ന് വരും. അപ്പൊ നമുക്ക് F' = 9/16F എന്നാണ് വരിക. ഓക്കെ, 9/16F ഇത് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 2 identical charged spheres suspended from a common point by 2 massless strings of length L are initially at distance t apart because of their mutual repulsion. The charges begin to leak from both the spheres at a constant rate. As a result, the spheres approach each other with a velocity v. Then v varies as a function of the distance x between the spheres as. ഓക്കെ, അപ്പോൾ ഇതിനിടയ്ക്കുള്ള സെപ്പറേഷൻ എക്സ് ആണ് എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഈ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ഈച്ച് സ്ഫിയർ ആർ, ഇതിലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്താ, വെയിറ്റ് ഉണ്ടാവും, പിന്നെന്താ ഇലക്ട്രിക് റിപ്പൽഷൻ ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇങ്ങനെ പറയാം. ഓക്കെ, ഓരോ ഇൻസ്റ്റൻറ്റിലും നമുക്ക് എന്താ പറയുക, അതിൻ്റെ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഫോഴ്സ് ഇലക്ട്രിക് റിപ്പൽഷൻ അങ്ങോട്ടുണ്ട്, വെയിറ്റ് ഉണ്ട്, റിപ്പൽഷൻ ഉണ്ട്, പിന്നെന്താ ടെൻഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ തീറ്റ ഉണ്ടല്ലോ, തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്താ, F ആണ്, ഇലക്ട്രിക് റിപ്പൽഷൻ ആണ്. അഡ്ജസൻറ്റ് സൈഡ് എന്താ, mg ആണ്. അപ്പൊ F/mg ചെയ്ത് കഴിഞ്ഞാൽ tan തീറ്റ കിട്ടും. ഇവിടെ തീറ്റ ചെറുതാണ്, കാര്യം എന്താ, തമ്മിലുള്ള സെപ്പറേഷൻ d is much smaller than L എന്ന്. തുടക്കത്തിലുള്ള സെപ്പറേഷൻ തന്നെ മച്ച് സ്മോളർ ദാൻ L. അപ്പൊ തീറ്റ വിൽ ബി വെരി സ്മോൾ. അപ്പൊ നമുക്ക് tan തീറ്റ നിയർലി ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് പറയാം. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ഇതെന്താ, ഇത് L ആണ്, ദിസ് ഈസ് L ആൻഡ് ദിസ് സൈഡ് ഇവിടെ നമുക്ക് എന്താ, ഇത് ഈ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ പകുതിയാണ്, x/2. അപ്പൊ നമുക്ക് സൈൻ തീറ്റ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പർടെന്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് x/2 ഓവർ L പറയാം. ഓക്കെ, അത് സൈൻ തീറ്റ. അത് ടാൻ തീറ്റയ്ക്ക് ഈക്വൽ ആണ്. ടാൻ തീറ്റ പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് എന്താ, റിപ്പൽഷൻ ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് വെയിറ്റ്. അതിൽ ഈ റിപ്പൽഷൻ പറഞ്ഞാൽ KQ²/x², വെയിറ്റ് എന്താ, mg ആണ്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് എന്താ പറയുക, KQ²/mg(x²), ദിസ് ഈസ് ഈക്വൽ ടു x/2L വരും. അതിൽ ഈ K കോൺസ്റ്റന്റ് ആണ്, M കോൺസ്റ്റന്റ് ആണ്, G കോൺസ്റ്റന്റ് ആണ്, പിന്നെ എന്താ L കോൺസ്റ്റന്റ് ആണ്, 2 കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് നമുക്ക് x² പ്രപ്പോർഷണൽ ടു x³ പ്രപ്പോർഷണൽ ടു Q² വരും. ഓർ നമുക്ക് എന്ത് പറയാം, Q² പ്രപ്പോർഷണൽ ടു x³ എന്ന് പറയാം. ഓക്കെ, അതേപോലെ തന്നെ അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടെ പറയാൻ പറ്റും. ഇവിടെ Q² പ്രപ്പോർഷണൽ ടു x³ ആണ്. അപ്പൊ Q പ്രപ്പോർഷണൽ ടു എന്താവും, Q പ്രപ്പോർഷണൽ ടു, ഇവിടെ നമുക്ക് പറയാം Q പ്രപ്പോർഷണൽ ടു x⁻³ പറയാം, 3/2. ഓക്കെ, ഈ Q² പ്രപ്പോർഷണൽ ടു x³ ഉണ്ടല്ലോ, അതിനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ് രണ്ട് സൈഡും. അപ്പൊ ഇവിടെ Q² ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈമാ. അപ്പൊ 2Q × dQ/dt. ഓക്കെ, ദാറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു, പിന്നെ x³ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അപ്പൊ 3x² × dx/dt. അതിൽ 2 ആണെങ്കിലും
അതുപോലെ തന്നെ 3 ആണെങ്കിലും അതൊക്കെ കോൺസ്റ്റന്റാണ്. പിന്നെ dq/dt കോൺസ്റ്റന്റ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയോ? begin to leak both the spheres at a constant rate. അതായത് ചാർജ് ചേഞ്ചസ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ് എന്നാ. അപ്പൊ ഇവിടെ dq/dt കോൺസ്റ്റന്റ് ആണ്, 2 കോൺസ്റ്റന്റ് ആണ്, പിന്നെ 3 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് എന്താ വരിക? ഈ dx/dt ബാക്കിയുള്ളതെല്ലാം കോൺസ്റ്റന്റ് ആയത് കാരണം പ്രപ്പോർഷണൽ ടു q/x² പറയാം. dx/dt പ്രപ്പോർഷണൽ ടു q/x². ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്തു വെച്ചാൽ എന്താ? q പ്രപ്പോർഷണൽ ടു x�3/2 ആ. അപ്പൊ നോക്കൂ, ഈ qന് പകരം x�3/2 കൊടുക്കുക. അപ്പൊ dx/dt പറഞ്ഞാൽ വെലോസിറ്റിയാ. ദാറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു x�3/2/x². പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? v പ്രപ്പോർഷണൽ ടു x⁻⁻½ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ അതുണ്ടോ നോക്കുക. v പ്രപ്പോർഷണൽ ടു x⁻⁻². നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അതിൽ 2 pit balls carrying equal charges are suspended from a common point by strings of equal length. The equilibrium separation between them is r. Now the strings are rigidly clamped at half the height. The equilibrium separation between the balls now become. അതിൽ ഇവിടെ ഈ ബോള് ഈ ബോൾ or each ball will be under the effect of 3 forces. Okay, weight ഉണ്ട്, ഇലക്ട്രിക് റിപ്പൽഷൻ ഉണ്ട്, ടെൻഷൻ ഉണ്ട്, ഇക്വിലിബ്രിയത്തില്. അപ്പൊ നമുക്ക് വെയിറ്റ്, ഇലക്ട്രിക് റിപ്പൽഷൻ, ടെൻഷൻ. അപ്പൊ ഇവിടുന്ന് നോക്കൂ, ആ സ്ട്രിങ് ആണ് ഇങ്ങനെ, സ്ട്രിങ് വഴിയാണ് ടെൻഷൻ ആക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ആംഗിൾ ആണ് തീറ്റ, സ്ട്രിങ്ങും വെർട്ടിക്കലും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. അപ്പൊ ഇവിടുന്ന് ടാൻ തീറ്റ പറയുകയാണെങ്കിൽ ഇലക്ട്രിക് റിപ്പൽഷൻ ബൈ വെയിറ്റ്. ഇലക്ട്രിക് റിപ്പൽഷൻ k(q²/r²) ഡിവൈഡഡ് ബൈ mg വെയിറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നിന്ന് നമുക്ക് ടാൻ തീറ്റ പറയുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എന്താ? ഈ സെപ്പറേഷൻ ആറിന്റെ പകുതിയാ. ഇത് r/2 ആണ്, ഇത് y ആണ്. ഓക്കെ, അപ്പൊ ടാൻ തീറ്റ പറഞ്ഞു കഴിഞ്ഞാൽ r/2/y. അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്താ വരിക? kq²/mg = r³/2y വരും. ഓക്കെ, ഇനി നമ്മൾ ഈ സ്ട്രിങ് പകുതിയിൽ ക്ലാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ സെപ്പറേഷൻ x വിചാരിച്ചോ. ഓക്കെ, അപ്പോ ടാൻ ആൽഫ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിക് റിപ്പൽഷൻ ഡിവൈഡ് ബൈ വെയിറ്റ്. ഇലക്ട്രിക് റിപ്പൽഷൻ എന്താ? kq²/x² ഡിവൈഡഡ് ബൈ വെയിറ്റ് mg. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കൂ, ടാൻ ആൽഫ പറഞ്ഞാൽ ഇത് x/2 ആണ്, പകുതി. ഇത് എത്രയാ? y/2 ആണ്. അപ്പൊ x/2/y/2 പറഞ്ഞാൽ x/y ആ. ഓക്കെ, ഇനി ഇവിടെ എന്താണെന്നറിയോ? kq²/mg(x²) ആണ് ഡിനോമിനേറ്ററിൽ വരിക. ഓക്കെ, അതിൽ kq²/mg പറഞ്ഞാൽ r³/2y ആ. അപ്പൊ നോക്കൂ, r³/2y kq²/mgക്ക് പകരം പിന്നെ x² ഡിനോമിനേറ്ററിൽ ഉണ്ടാവും, അത് അതേപോലെ ഇട്ടു. റൈറ്റ് സൈഡിൽ x/y എഴുതി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു y ഉണ്ട്, ഇവിടെയും y ഉണ്ട്, അത് രണ്ടും നമുക്ക് കളയാൻ പറ്റും. ഓക്കെ, ഈ y-യും ഈ y-യും ഇവിടെ നമുക്ക് കളയാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന r³ = 2. ഇവിടെ x³ = r³/2 വരും. ഓക്കെ, അപ്പൊ x എന്താ വരിക? x എന്ന് പറഞ്ഞാൽ r/2⁻⁴ വരും, ഓർ √2 വരും. ഓക്കെ, അപ്പോ that will be r/√2 പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കറക്റ്റ് ആൻസർ വരിക. റൈറ്റ്, ഫസ്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അതിൽ ചാർജ് സ്മോൾ q is placed at the center of the line joining two equal charges capital Q. The system of 3 charges will be in equilibrium if small q is equal to. അതിൽ ഇവിടെ ഒരു ചാർജ് ഉണ്ട് ക്യാപിറ്റൽ Q, ഇവിടെ ഒരു ചാർജ് ഉണ്ട് ക്യാപിറ്റൽ Q. യഥാർത്ഥത്തിൽ ഈ രണ്ട് ചാർജിൻ്റെ നേച്ചർ പറഞ്ഞിട്ടില്ല, സിമിലർ ആണ്, ഈക്വൽ ആണ്. ഓക്കെ, അതിൽ നമ്മൾ രണ്ട് ചാർജസ് ഈക്വൽ ആണ്, സിമിലർ ആണെങ്കിൽ അത് രണ്ടും ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ മിഡ് പോയിന്റ് അത് ന്യൂട്രൽ പോയിന്റ് ആണ്. അവിടെ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് വെച്ചാലും ആ വെക്കുന്ന സാധനത്തിലുള്ള ഫോഴ്സ് എന്താവും? 0 ആവും, അത് ഇക്വിലിബ്രിയത്തിലാവും. ഓക്കെ, അതായത് ഇത് എന്തായാലും ഇക്വിലിബ്രിയത്തിലാണ്, വാട്ട് എവർ ബി ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് നേച്ചർ ഓഫ് ദി സ്മോൾ ക്യൂ. മനസ്സിലായില്ല? ആ വെക്കുന്നത് ഇക്വിലിബ്രിയത്തിലാണ്, കാരണം ആ സ്ഥലത്തെ ഫീൽഡ് 0 ആണ്. ഇനി നിങ്ങൾ ഈ ക്യാപിറ്റൽ Q നോക്കുക. അതിൽ ആ ക്യാപിറ്റൽ Q നോക്കുമ്പോൾ please listen, capital Q is at a distance r/2 from small q and at a distance r from a similar charge capital Q. ഈ ക്യാപിറ്റൽ Q സ്മോൾ ക്യൂവിൽ നിന്ന് r/2 അകലെയാണ്, ക്യാപിറ്റൽ ക്യൂവിൽ നിന്ന്, അതായത് ഇതിൽ നിന്ന് r അകലെയാണ്. ഇനി ഈ ചാർജ് നോക്കാം. this is at a distance r/2 from small q and r from a similar charge capital Q.
ഓക്കെ, അതായത് ഈ ക്യാപിറ്റൽ ക്യൂവും ഈ ക്യാപിറ്റൽ ക്യൂവും സിമിലർ കണ്ടീഷൻസിലാണ്. ഓക്കെ, എക്സാക്ട്ലി സിമിലറാണ്. അതായത് ഇത് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഇതും ഇക്വിലിബ്രിയത്തിലാവും ആൻഡ് വൈസ് വേഴ്സ. ഓക്കെ, നടുക്കുള്ളത് എന്തായാലും ഇക്വിലിബ്രിയത്തിലാണ്, മനസ്സിലായില്ലേ? പിന്നെ ഇത് രണ്ടും സിമിലർ കണ്ടീഷനിലാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇക്വിലിബ്രിയത്തിലായാൽ മതി. ഓക്കെ, അപ്പോൾ മൂന്നും ഇക്വിലിബ്രിയത്തിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരെണ്ണത്തിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇക്വിലിബ്രിയം പറഞ്ഞാൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് 0 ആവണമെന്നാ. ഓക്കെ, അപ്പോൾ ആ ക്യാപിറ്റൽ ക്യൂവിൽ സ്മോൾ ക്യൂ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ K 1/4πε0 ക്യാപിറ്റൽ ക്യൂ സ്മോൾ ക്യൂ ഡിവൈഡ് ബൈ R/2 ഹോൾ സ്ക്വയർ. ഓക്കെ, ഈ ക്യാപിറ്റൽ ക്യൂ കൊടുക്കുന്നതോ K ക്യാപിറ്റൽ ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് എത്രയാ R സ്ക്വയർ. അപ്പോൾ ആ ക്യാപിറ്റൽ ക്യൂവിൽ ഈ സ്മോൾ ക്യൂ കൊടുക്കുന്ന ഫോഴ്സ് പ്ലസ് ഈ ക്യാപിറ്റൽ ക്യൂ കൊടുക്കുന്ന ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആൻഡ് ദാറ്റ് ഈസ് ദ കണ്ടീഷൻ ഫോർ ദ സിസ്റ്റം ടു ബി ഇൻ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നമുക്ക് K ക്യാപിറ്റൽ ക്യൂ ഡിവൈഡഡ് ബൈ R സ്ക്വയർ കോമൺ ഫാക്ടറാണ്. ഓക്കെ, പിന്നെ R/2 ഹോൾ സ്ക്വയറിൽ ബൈ 2 ഹോൾ സ്ക്വയർ പറഞ്ഞാൽ ബൈ 2 ഹോൾ സ്ക്വയർ പറഞ്ഞാൽ 4 ആണ്, അത് മേലെ കയറി വരും. അപ്പോൾ 4 സ്മോൾ ക്യൂ പ്ലസ് ക്യാപിറ്റൽ ക്യൂ ഈക്വൽ ടു 0. ഇവിടെ നോക്കൂ, ഈ ടേം ഇൻറ്റു ഈ ടേം 0 ആണെന്നാ. അതായത് ഒന്നുകിൽ ഇത് 0 അല്ലെങ്കിൽ ഇത് 0 അല്ലെങ്കിൽ രണ്ടും 0 ആണെന്നാ. അതിൽ ഈ സാധനം എന്താണോ സ്മോൾ K ക്യാപിറ്റൽ ക്യൂ ബൈ R സ്ക്വയർ ഒരിക്കലും 0 അല്ല. അതിലൊരു ഫാക്ടറും ഒരു ടേമും അവിടെ 0 അല്ല. അപ്പോൾ പിന്നെ ഈ ബ്രാക്കറ്റിനകത്തുള്ള സാധനം 0 ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? സ്മോൾ ക്യൂ ഈക്വൽ ടു മൈനസ് ക്യൂ ബൈ 4 കിട്ടും. അതായത് ആ നടുക്ക് വെക്കുന്ന ചാർജ് ഓപ്പോസിറ്റ് നേച്ചർ ആവണം. മാത്രമല്ല ഈ രണ്ട് എൻഡിലും ഇരിക്കുന്ന ചാർജിൻ്റെ 1/4 ആവണം എന്നാണ് നടുക്ക് വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? വാട്ട് ഈസ് ദ ലീസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് ക്യാപിറ്റൽ ക്യൂ എന്നാ. ക്യാപിറ്റൽ ക്യൂന് 1/4 ആക്കണം ഇവിടെ, മനസ്സിലായില്ലേ? നമ്മൾ ഇലക്ട്രോണിക് ചാർജിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ട് മാത്രമേ ചാർജ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ അറ്റ്ലീസ്റ്റ് 4e എങ്കിലും വേണം. മാത്രമല്ല ഈ രണ്ട് എൻഡിലും വെക്കുന്ന ചാർജ് മസ്റ്റ് ബി എന്താ ഈ 4e മൾട്ടിപ്പിൾസ് ആവണം. അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതേ പറ്റൂ. ഓക്കെ, നമുക്ക് ഫ്രാക്ഷൻ ഓഫ് ഇലക്ട്രോണിക് ചാർജ് പോസിബിൾ അല്ല. അപ്പോൾ മിനിമം വാല്യൂ ഓഫ് ക്യാപിറ്റൽ ക്യൂ എന്താ? ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് 4 ടൈംസ് ദി ഇലക്ട്രോണിക് ചാർജ്. ഓക്കെ, ഇവിടെ എനിവേ ആൻസർ നമുക്ക് എന്താ കിട്ടിയത്? -q/4 എന്നാണ്. അതായത് ഇതാണ് ആൻസർ പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Two positive ions each carrying a charge q are separated by a distance d. If F is the force of repulsion between the ions, the number of electrons missing from each ion will be. ഇത് നമ്മൾ എന്താ പറയുക, ഒരു സാധാരണ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് നീറ്റിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സപ്പോസ് ദ ചാർജ് ഓൺ ഈച്ച് പാർട്ടിക്കിൾ ഈസ് q. അപ്പോൾ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ F ഈക്വൽ ടു q²/4πε0 d² പറയാം. അവിടുന്ന് Q പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? F 4πε0 d². ഓക്കെ, അത് n ഇലക്ട്രോൺസ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ഇലക്ട്രോൺസ് റിമൂവ് ചെയ്തു എന്ന്. ഓക്കെ, അപ്പോൾ n ഇലക്ട്രോൺസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ Q ഈക്വൽ ടു ne പറയാം. അപ്പോൾ അതിൽ ആ n ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ e ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഡിനോമിനേറ്ററിൽ e വരും. ഓക്കെ, അത് റൂട്ടിനകത്തെടുക്കുകയാണെങ്കിൽ e² വരും. അപ്പോൾ 4πε0 F d² ഡിവൈഡഡ് ബൈ e². അതായത് ഇത് വരും. ഓക്കെ, ഇവിടെ എന്താ? പോയിന്റ് ചാർജസ് പ്ലസ് 4q മൈനസ് q പ്ലസ് 4q ആർ കെപ്റ്റ് ഓൺ ദി എക്സ് ആക്സിസ് അറ്റ് x ഈക്വൽ ടു 0, x ഈക്വൽ ടു a ആൻഡ് x ഈക്വൽ ടു 2a. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈക്വൽ ഡിസ്റ്റൻസിലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ 4q ആണ്, ഇവിടെ -q ആണ്, ഇവിടെ 4q ആണ്. ഈ രണ്ട് ഐഡന്റിക്കൽ ചാർജസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മിഡ് പോയിന്റിൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് 0 ഓക്കെ, അപ്പോൾ ഈ -q എന്നുള്ളത് ഇക്വിലിബ്രിയത്തിലാണ്. നമ്മളോട് എന്താ ചോദിക്കുന്നത്? ദെൻ ഓൺലി -q ഈസ് ഇൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇത് നമ്മൾ എന്താ ഇവിടെ ഇതെന്തായാലും ഇക്വിലിബ്രിയത്തിലാണ് ഈ നടുക്കുള്ളത്. ഇനി നമുക്ക് രണ്ട് എൻഡിലും ഇനി ഈ 4q ഉണ്ടല്ലോ, അത് ഈ -qൽ നിന്ന് ദിസ് 4q ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് a ഫ്രം -q ആൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് 2a ഫ്രം എ സിമിലർ ചാർജ് 4q. ഈ 4q -qൽ നിന്ന് a ഡിസ്റ്റൻസ് അകലെയാണ്, 4qൽ നിന്ന് 2a ഡിസ്റ്റൻസ് അകലെയാണ്. ഇനി ഈ 4q -qൽ നിന്ന് a ഡിസ്റ്റൻസ് അകലെയാണ്, 4qൽ നിന്ന് 2a ഡിസ്റ്റൻസ് അകലെയാണ്. എന്ന് പറഞ്ഞാൽ these two charges at the two extremes are under exactly identical conditions. അപ്പോൾ if this is in equilibrium, this also will be in equilibrium.
ഇതെന്തായാലും ഇക്വിലിബ്രിയത്തിലാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ മൊത്തം സിസ്റ്റം ഇക്വിലിബ്രിയത്തിലായി. ഓക്കെ, അതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കണ്ടേ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു 4Qയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -Q കൊടുക്കുന്നത് എന്താ? K - Q 4Q/a². ആ 4Qയിൽ ഈ 4Q കൊടുക്കുന്നത് എന്താ? K 4Q × 4Q 4Q² 2a². അപ്പോൾ നമുക്ക് എന്താ വരിക? ദിസ് F = ഫോഴ്സ് ഓൺ ഈ 4Qയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് 0 കിട്ടും. അപ്പോൾ ഈ 4Qയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും 0 ആണ്. ഇതിൽ എന്തായാലും ഫോഴ്സ് 0 ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് കെപ്റ്റ് അറ്റ് എ പോയിന്റ് വേർ ദ ഫീൽഡ് ഇന്റൻസിറ്റി 0. അതായത് മൊത്തം സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ് എന്ന്. ഏൺഷോസ് തിയറം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. അതായത് എന്താ? ദ ഇക്വിലിബ്രിയം ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് അണ്ടർ ദ കൊളംബിയൻ ഫോഴ്സസ് അലോൺ ക്യാൻ നെവർ ബി സ്റ്റേബിൾ എന്നാ. ഒന്നും നോക്കണ്ട. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മാത്രമാണെങ്കിൽ ആ ഇക്വിലിബ്രിയം ഒരിക്കലും സ്റ്റേബിൾ ആവില്ല. അപ്പോൾ ഇവിടെ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം ബട്ട് ഇറ്റ് ഈസ് നോട്ട് സ്റ്റേബിൾ. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്നാണ് വേണ്ടത്. ഓൾ ദ ചാർജസ് ആർ ഇൻ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഓക്കെ, ഇതാണ്. ബാക്കിയുള്ളത് ഓൺലി -Q ഈസ് ഇൻ സ്റ്റേബിൾ. സ്റ്റേബിൾ എന്ന് പറയാനേ പാടില്ല. എന്തോ? ഇഫ് ദ ഫോഴ്സസ് ആർ ഓൺലി ഇലക്ട്രോസ്റ്റാറ്റിക്, അതായത് കൊളംബിയൻ ഫോഴ്സസ് മാത്രമാണെങ്കിൽ ക്യാൻ നെവർ ബി സ്റ്റേബിൾ. നൺ ഓഫ് ദ ചാർജസ് ഈസ് ഇൻ ഇക്വിലിബ്രിയം. തെറ്റാണ്. ആക്ച്വലി എല്ലാ ചാർജും ഇക്വിലിബ്രിയത്തിലാണ്. പിന്നെ ഓൾ ചാർജസ് ആർ ഇൻ സ്റ്റേബിൾ. പറയാൻ പാടില്ല. ഓൾ ചാർജസ് ആർ ഇൻ ഇക്വിലിബ്രിയം ബട്ട് നോട്ട് സ്റ്റേബിൾ. ഓക്കെ, അപ്പോൾ സി മാത്രമാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ an electric dipole is placed at an angle of 30 degree with an electric field of intensity 2 × 10⁵ Newton Coulomb raised -1. It experiences a torque. Calculate the magnitude of the charge on the dipole if the dipole length is 2 cm. അപ്പോൾ tau = P sin θ പറയാം. ഈ ഡൈപോൾ മൊമെന്റിന് നമുക്ക് എന്ത് പറയാം? ചാർജ് ഇൻറ്റു ലെങ്ത് ഓഫ് ദി ഡൈപോൾ. പിന്നെ ഉണ്ട് sin θ ഉണ്ട്. അതിൽ θ അവർ തന്നിട്ടുണ്ട് 30 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ലെങ്ത് ഓഫ് ദി ഡൈപോൾ അല്ല ചാർജാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ Q = നമുക്ക് എന്താ? τ / LE sin θ. അതിൽ τ 4 ആണ്. ലെങ്ത് 2 സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ 10⁻². പിന്നെന്താ? ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് 2 × 10⁵. തീറ്റ 30 ആയത് കാരണം sin 30 പറഞ്ഞാൽ 1/2. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഒരു 2 നമുക്ക് ഇത് തീരുമാനമായി. ഓക്കെ, പിന്നെന്താ? ഈ 4/2 എന്ന് പറഞ്ഞാൽ മേലെ 2 ഉണ്ടാവും, റൈറ്റ്? 10⁻²ഉം 10⁵ കൂടെ ചേരുമ്പോൾ 10⁻³ വരും. അത് മേലെ പോകുമ്പോൾ 10⁻³ ആവും. സോ ഇറ്റ് വിൽ ബി 2 millicoulombs. 2 millicoulombs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്ഫെറിക്കൽ കണ്ടക്ടർ ഓഫ് റേഡിയസ് 10 cm ഹാസ് എ ചാർജ് ഓഫ് 3.2 × 10⁻⁷ coulomb you distributed uniformly. What is the magnitude of the electric field at a point 15 cm ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ? ഈ സ്ഫിയറിൻ്റെ റേഡിയസ് 10 സെൻറ്റിമീറ്ററേ ഉള്ളൂ. 15 സെൻറ്റിമീറ്റർ എവേ ഫ്രം ദ സെൻറ്റർ ആണ് കാണേണ്ടത്. എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ സ്ഫിയർ ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ സ്ഫിയറിൻ്റെ ഉള്ളിലെ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. പുറത്ത് നമ്മളെന്താ? സ്ഫിയറിൻ്റെ മുഴുവൻ ചാർജും സെൻറ്ററിലാവുമ്പോൾ എങ്ങനെയാണോ ഫീൽഡ് ഉണ്ടാവുക അതേപോലെയാണ്. അതായത് KQ/R² for R greater than or equal to R means on the surface or outside. ഓക്കെ, ഇതാണ് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ നമുക്ക് പുറത്തുള്ള കാണണ്ടേ, അതായത് ഈ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, K എന്ന് പറഞ്ഞാൽ 9 × 10⁹ 1/4πε0. പിന്നെ ചാർജ് 3.2 × 10⁻⁷. പിന്നെ ഡിസ്റ്റൻസ് 15 സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ ഞാൻ 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, സ്ക്വയർ. ഇനി എന്താണെന്നറിയോ? ഈ 10⁻² ഉണ്ടല്ലോ ഡിനോമിനേറ്ററിൽ കിടക്കുന്നതിനെ, അതിൽ നിന്ന് ഒരു 10⁻⁻1 എടുത്തിട്ട് ഈ 15നെ ഞാൻ എന്താ 1.5 ആക്കും. ഓക്കെ, 1.5ൻ്റെ സ്ക്വയർ എത്രയാ? 15ൻ്റെ സ്ക്വയർ 225. 1.5ൻ്റെ സ്ക്വയർ 2.25. അതിനെ എനിക്ക് 9/4 എന്ന് എഴുതാം. അതാണ് ഈ ഡിനോമിനേറ്ററിൽ എഴുതിയിരിക്കുന്നത്. 10⁻⁻2 ഒരു 10⁻1 അങ്ങോട്ട് എടുത്തു. ബാക്കി 10⁻1 ഉണ്ടാവും. അതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 10⁻². അത് മേലെ പോകുമ്പോൾ 10⁻+2. ഓൾറെഡി ഇവിടെ 10⁻9 ഉണ്ട്. 10⁻+2 വരുമ്പോൾ 10⁻11. പിന്നെ 10⁻−7 ഉണ്ട്. അത് ചേരുമ്പോൾ 10⁻4. ആ 10⁻4 ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ 9 ഉണ്ട്, 3.2 ഉണ്ട്, 9 ഉണ്ട്, 3.2 ഉണ്ട്. അതിൽ ഈ 9ഉം 9ഉം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ കട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടല്ലോ.
ഇനി ഈ 4 നമ്മൾക്ക് മേലോട്ട് എടുത്തു കഴിഞ്ഞാൽ 3.2 ഇൻറ്റു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ചെയ്യുക, വീണ്ടും ഡബിൾ ചെയ്യുക. 6.4 വരും, ഒന്ന് ഡബിൾ ചെയ്താൽ വീണ്ടും ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ 12.8 വരും. പിന്നെ ഇൻറ്റു 10⁴ വരും. 12.8 ഇൻറ്റു 10⁴. അതിന് നമുക്ക് 1.28 ഇൻറ്റു 10⁵ എന്ന് എഴുതാം. 1.28 ഇൻറ്റു 10⁵ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ. See, the electric field at a distance 3r/2 from the center of a charged conducting spherical shell of radius r is capital E. The electric field at a distance r/2 from the center. ഈ r/2 from the center എന്ന് പറഞ്ഞാൽ ഷെല്ലിൻ്റെ ഉള്ളിലെ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഓക്കെ. അപ്പോഴെന്താ നമ്മൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഷെൽ r/2 ആണ് കാണാൻ പറഞ്ഞേ. r/2 distance away from the center പറഞ്ഞാൽ that is inside the shell. So the intensity of electric field is 0 പറയാം. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ എന്താ, എ തിൻ കണ്ടക്ടിങ് റിംഗ് ഓഫ് റേഡിയസ് ക്യാപിറ്റൽ R ഈസ് ഗിവൺ എ ചാർജ് പ്ലസ് Q. ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സെന്റർ O ഓഫ് ദ റിംഗ് ഡ്യൂ ടു ദ ചാർജ് ഓൺ ദ പാർട്ട് AKB ഓഫ് ദ റിംഗ് ഈസ് E. അല്ലേ, ഈ റിംഗിലെ മുഴുവൻ ചാർജ് ക്യാപിറ്റൽ Q ആ. അപ്പോൾ ആ മുഴുവൻ ചാർജും കൂടെ ചേർന്ന് ഇവിടെ ഉണ്ടാക്കുന്ന റിസൾട്ടൻ ഫീൽഡ് എന്താവണം? 0 ആവണം. ഓക്കെ. അവർ പറഞ്ഞിരിക്കുന്നത് എന്താണോ, ദ ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സെന്റർ O ഡ്യൂ ഓഫ് ദ റിംഗ് ഡ്യൂ ടു ദ ചാർജ് ഓൺ ദ പാർട്ട് AKB ഓഫ് ദ റിംഗ് ഈസ് ക്യാപിറ്റൽ E. അതായത് ഈ AKB ഉണ്ടല്ലോ, AKB അതിവിടെ ഉണ്ടാക്കുന്ന ഫീൽഡ് ക്യാപിറ്റൽ E ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി എന്താ ചോദിക്കുന്നത്, ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഡ്യൂ ടു ദ ചാർജ് ഓൺ ദ പാർട്ട് ACDB. ACDB പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ACDB പറഞ്ഞത് ഇത്. ഓക്കെ. ഇത് അത് രണ്ട് ഫീൽഡ് കൂടെ ചേരുമ്പോൾ 0 കിട്ടണം. അതിൽ ആ യെല്ലോ പാർട്ട് ഉണ്ടല്ലോ, അതായത് AKB ഉണ്ടാക്കുന്ന ഫീൽഡ് ഇങ്ങോട്ടാണെങ്കിൽ നമുക്ക് ഈ ACDB ഉണ്ടാക്കുന്ന ഫീൽഡ് ഇങ്ങനെ അങ്ങോട്ടാവണം. ഓക്കെ. അതെത്രയാ? അത് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് E തന്നെ. ഓക്കെ. കാരണം ആ AKB ഉണ്ടാക്കുന്നത് E ആണെങ്കിൽ മറ്റതും എന്താവണം? E ആവണം. എന്നാലേ റിസൾട്ടൻ ഫീൽഡ് 0 ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി നോക്കാം. അതിൽ ആ ബ്ലൂ പാർട്ടാണ് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എലോങ് OK ആണ്. അപ്പോൾ E എലോങ് OK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വിൽ ബി ദ കറക്റ്റ് ഓപ്ഷൻ. കാരണം റിസൾട്ടൻ ഫീൽഡ് അറ്റ് ദ സെന്റർ മസ്റ്റ് ബി 0. ഓക്കെ. അപ്പോൾ ആ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് പാർട്ടും ഉണ്ടാക്കുന്ന ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആവണം, ഡിറക്ഷൻ ഓപ്പോസിറ്റ് ആവണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എ ഹോളോ ഇൻസുലേറ്റഡ് കണ്ടക്ഷൻ സ്ഫിയർ ഈസ് ഗിവൺ എ പോസിറ്റീവ് ചാർജ് ഓഫ് 10 മൈക്രോകൂളം. വാട്ട് വിൽ ബി ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ സ്ഫിയർ ഇഫ് ഇറ്റ്സ് റേഡിയസ് ഈസ് 2 meters. അതിൽ ഹോളോ ആണ്, അതായത് സ്ഫെറിക്കൽ ഷെല്ല. അതിൻ്റെ സെൻറ്ററിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതെന്താ, അത് 0 ആണ്. ഓക്കെ. സോ ദിസ് ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. See, a point capital Q lies on the perpendicular bisector of an electric dipole of dipole moment P. If the distance of the point Q from the dipole is R, then the electric field at Q is proportional to. Perpendicular bisector പറഞ്ഞാൽ ഇക്വറ്റോറിയൽ ലൈനാ. ഓക്കെ. അവിടുത്തെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ -KP/R³ എന്നാ. അപ്പോൾ Pക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പിന്നെന്താ, ആൻഡ് ഓൾസോ പ്രൊപ്പോർഷണൽ ടു R⁻⁻3. അതായത് ഇതാണ് അവിടെ കറക്റ്റ് ഓപ്ഷൻ വരിക. ഓക്കെ. നെക്സ്റ്റ്, ഇൻറ്റൻസിറ്റി ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ഡിപ്പെൻഡ്സ് ഓൺ ഡിസ്റ്റൻസ് R ഡ്യൂ ടു എ ഡൈപോൾ ഈസ് റിലേറ്റഡ് ആസ്. അതിൽ ഏത് ഡിറക്ഷനിലാന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ആർബിട്രറി ഡിറക്ഷൻ എടുത്തു. മീൻസ് ഇറ്റ്സ് വാലിഡ് ഫോർ എനി വാല്യൂ ഓഫ് തീറ്റ. അതായത് ഏത് ഡിറക്ഷനിൽ വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാം നമുക്ക്. അപ്പോൾ അവിടെ എന്താ, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊപ്പോർഷണൽ ടു 1/R³ ആണ്. അതായത് ഇതാണ് കറക്റ്റ് ഓപ്ഷൻ വരിക. ഓക്കെ. അതിൽ ആൻ ഇലക്ട്രിക് ഡൈപോൾ കൺസിസ്റ്റിംഗ് ഓഫ് 2 ഓപ്പോസിറ്റ് ചാർജസ് 2 × 10⁻⁶ കുളും പറഞ്ഞാൽ 2 മൈക്രോകുളുംസാ. Each separated by a distance of 3 centimeter is placed perpendicular to an electric field of 2 × 10⁵ Newton per coulomb. Okay. Torque acting on the dipole is, torque എന്ന് പറഞ്ഞാൽ P×E ആണ്. അതായത് PE sin θ. പെർപെൻഡിക്കുലർ, അപ്പോൾ θ 90 ആണ്. അപ്പോൾ sin 90 പറഞ്ഞാൽ 1 ആണ്. ഓക്കെ. അപ്പോൾ PE ചെയ്താൽ മതി. ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ചാർജ് ഇൻറ്റു സെപ്പറേഷൻ ആണ്. ഓക്കെ. അതായത് Q ഇൻറ്റു സെപ്പറേഷന് നമ്മൾ യൂഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്താ, 2a വെച്ചിട്ടാ.
മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ ചാർജ് എന്താ ക്യൂ എന്ന് പറഞ്ഞാൽ 2 മൈക്രോ കൂളും 2 × 10⁻⁶. സെപ്പറേഷൻ അവർ തന്നിരിക്കുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3 × 10⁻². ഓക്കെ. പിന്നെ നമുക്ക് എന്താ പറയുന്നത്, പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പറഞ്ഞിട്ടുണ്ട് 2 × 10⁵ ആണ്. 2 × 10⁵. ഓക്കെ. പിന്നെ തീറ്റ 90 ആണ്, പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്, സൈൻ 90. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കൂ, ഇവിടെ ഒരു 2 ഉണ്ട്. സി, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. എത്രയാ? 4ഉം ഈ 3യും കൂടെ ചേരുമ്പോൾ എത്രയാ? ദാറ്റ് ഈസ് 12. ആ 12 ഞാൻ ഇവിടെ എഴുതി. 10⁻⁶ഉം 10⁻²ഉം 10⁻⁸. 10⁻⁸ഉം 10⁵ഉം 10⁻³ വരും. അതായത് 12 × 10⁻³ ന്യൂട്ടൺ മീറ്ററിനാണ് വരിക. 12 × 10⁻³ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ വരിക. ഓക്കെ. ഇനി അടുത്തത്, ദർ ഈസ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ക്യാപിറ്റൽ E in X direction if the work done on moving a charge of 0.2 coulomb through a distance of 2 meters along a line making an angle 60 degrees with x-axis is 4 joule, then what is the value of E? Intensity of electric field കാണണം. അതിൽ വർക്ക് ഡൺ പറഞ്ഞാൽ ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻറ്റാ. ഫോഴ്സ് ഇവിടെ എന്താ? ചാർജ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി QE. ഓക്കെ. അപ്പോൾ QE പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് S cos 60. അതിൽ നമ്മൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അപ്പോൾ W/Q S cos 60 പറയാം. ഓക്കെ. അതിൽ വർക്ക് ഡൺ അവർ തന്നിട്ടുണ്ട് 4 ജൂളാണ്. ഓക്കെ, 4 ജൂള്. ചാർജ് 0.2 കുളുംസ് ആണ്. ഓക്കെ. എസ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയാ? 2 മീറ്റർ ആണ്. ഓക്കെ. പിന്നെ cos 60 പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ്. അതിൽ നമുക്ക് ഈ 2ഉം ഈ 2 കട്ട് ചെയ്ത് കളയാം. ഓക്കെ. പിന്നെ വരുന്നത് എന്താ? 4/0.2 ആണ്. അതായത് 40/2. 40/2 പറഞ്ഞു കഴിഞ്ഞാൽ 20 ന്യൂട്ടൺ കുളും റേസ് -1 വരും. അതായത് 20 ന്യൂട്ടൺ പെർ കുളും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സി, ഇഫ് ക്ലോസ്ഡ് integral E.ds = 0 over a surface, then number of flux lines entering the surface must be equal to the number of flux lines leaving it. അത് കറക്റ്റാണ്. അതായത് ഈ ഔട്ട്വേർഡ് ഫ്ലക്സ് നമ്മൾ പോസിറ്റീവും ഇൻവേർഡ് ഫ്ലക്സ് നെഗറ്റീവും ആയിട്ടാണ് എടുക്കുക. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് 0 ആണ് പറഞ്ഞാൽ ഔട്ട്വേർഡ് ഫ്ലക്സ് മസ്റ്റ് ബി ഈക്വൽ ടു ഇൻവേർഡ് ഫ്ലക്സ്. ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ സർഫസ് ഈസ് കോൺസ്റ്റന്റ്. നീഡ് നോട്ട് ബി. ഓക്കെ. പിന്നെന്താ? ഓൾ ചാർജസ് മസ്റ്റ് നെസസറിലി ബി ഇൻസൈഡ് ദ സർഫസ്. ഓക്കെ. എല്ലാ ചാർജും എന്താ പറയുക, ഇൻസൈഡ് ആയോ ഔട്ട്സൈഡ് ആയോ എന്നുള്ളതിലൊന്നും കാര്യമില്ല. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ സർഫസ് ഈസ് നെസസറിലി യൂണിഫോം. ഓക്കെ. അതിനകത്തും കാര്യമില്ല. ഈ ഫസ്റ്റ് ഓപ്ഷൻ മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഔട്ട്വേർഡ് ഫ്ലക്സ് പോസിറ്റീവാണ്, ഇൻവേർഡ് ഫ്ലക്സ് നെഗറ്റീവാണ്. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് 0 ആണെങ്കിൽ പുറത്തേക്ക് പോകുന്ന അതേ ഫ്ലക്സ് അകത്തേക്കും വരണം. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ സ്ഫിയർ എൻക്ലോസസ് ആൻ ഇലക്ട്രിക് ഡൈപോൾ വിത്ത് ചാർജ്. വാട്ട് ഈസ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് അക്രോസ് ദ സ്ഫിയർ? അതിൽ ഈ ഡൈപോൾ ആണ് എൻക്ലോസ് ചെയ്യുന്നത്. ഡൈപോളിനകത്ത് ഈക്വൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് വിൽ ബി 0. അപ്പോൾ ഫ്ലക്സ് വിൽ ബി 0. ഓക്കെ. ഇതും സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം അതിനകത്ത്. ഓക്കെ. അതിൽ നമ്മളൊരു സർഫസിലെ ടോട്ടൽ ഫ്ലക്സ്, നെറ്റ് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻക്ലോസ്ഡ് ചാർജ് ബൈ ε0. ഇവിടെ ഡൈപോൾ ആണ് എൻക്ലോസ് ചെയ്യുന്നത്. എത്ര ഡൈപോൾ ആണെങ്കിലും, എനി നമ്പർ ഓഫ് ഡൈപോൾസ്, ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് എന്താവും? 0 ആവും. അത് കാരണം ഫ്ലക്സ് 0 ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ഫ്ലക്സ് ത്രൂ എ ക്യൂബ് ഓഫ് സൈഡ് എ ഇഫ് എ പോയിന്റ് ചാർജ് ക്യാപിറ്റൽ Q ഈസ് അറ്റ് വൺ ഓഫ് ഇറ്റ്സ് കോർണേഴ്സ്? അപ്പോൾ അവിടെ നോക്കൂ, ഒരു ക്യൂബ് ഇവിടെ വെച്ചു, അതിനോട് ചേർത്ത് ഒരു ക്യൂബ് വെച്ചു, ഇവിടെ ഒരു ക്യൂബ് വെച്ചു, ഇവിടെ ഒരു ക്യൂബ് വെച്ചു. ഓക്കെ. ഇനിയിപ്പോൾ ആ ചാർജ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഓക്കെ. ഞാനിപ്പോൾ ഇവിടെ വെച്ചത്, ഇവിടെ ഒരു ക്യൂബ്, ഇവിടെ ഒരു ക്യൂബ്. ഓക്കെ. അതിനപ്പുറത്തൊരു ക്യൂബ്, ഇപ്പുറത്തൊരു ക്യൂബ്, 4 ക്യൂബ് ദേ ഒരു സർഫസിൽ വെച്ചു. എന്നിട്ട് ആ 4 ക്യൂബിൻ്റെയും സെൻറ്ററിലാണ് ഇപ്പോൾ നമ്മളുടെ ചാർജ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 4 ക്യൂബിൻ്റെയും ഒരു കോർണർ ജോയിൻ ചെയ്യുന്ന ഭാഗമാണത്, അവിടെയാണ്. ഇനി ആ 4 ക്യൂബിൻ്റെ മേലെ നമ്മൾ അതേപോലത്തെ 4 ക്യൂബ് കൂടെ വെച്ച് വിചാരിക്കുക. ഓക്കെ. അപ്പം മൊത്തം 8 ക്യൂബുണ്ട്. ആ 8 ക്യൂബ് ചേർന്നിട്ടൊരു വലിയ ക്യൂബായി. ആ വലിയ ക്യൂബിൻ്റെ സെൻറ്ററിലാണ് നമ്മളുടെ ചാർജ് ഇരിക്കുന്നത്. 8 ക്യൂബും കൂടെ ചേർന്നിട്ടുള്ള വലിയ ക്യൂബിൻ്റെ സെൻറ്ററിൽ. അപ്പോൾ ആ ചാർജിൽ നിന്ന് മൊത്തം വരുന്ന ഫ്ലക്സ് Q/ε0. അത് ഈ 8 ക്യൂബിലേക്കും യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവും.
സോ ദാറ്റ് ദ ഫ്ലക്സ് ത്രൂ ഈച്ച് ക്യൂബ് വിൽ ബി എന്താ ക്യൂ ബൈ എപ്സിലോൺ സീറോയുടെ 1/8, അതായത് ക്യൂ ബൈ 8 എപ്സിലോൺ സീറോ വരും, അതായത് ക്യൂ ബൈ 8 എപ്സിലോൺ സീറോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ചാർജ് ക്യാപിറ്റൽ Q is enclosed by a Gaussian spherical surface of radius r. If the radius is doubled, then the outward electric flux will remain same. ഓക്കെ, ഇപ്പം നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു സ്ഫിയർ നമ്മളിത് ഇങ്ങനെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ചാർജ് ഉണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ഫ്ലക്സ് ഇതേ ഇങ്ങനെ പുറത്തേക്ക് പോകും അല്ലേ, പുറത്തേക്ക് പോകും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്താണോ അതിന് പുറത്ത് ഇപ്പോൾ നമ്മൾ വേറൊരു സ്ഫിയർ വരച്ചു വിചാരിക്കുക. ഇപ്പോൾ വേറൊരു സ്ഫിയർ ഇങ്ങനെ വരച്ചു, വേറൊരു സ്ഫിയർ വരച്ചു. അപ്പോൾ ഈ ഫസ്റ്റ് സ്ഫിയറിലൂടെ പാസ് ചെയ്യുന്ന അതേ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് തന്നെയാണ് ഈ സ്ഫിയറിലൂടെ പാസ് ചെയ്യുക. ഇനി നമ്മൾ അത് കഴിഞ്ഞ് വീണ്ടും നമ്മളൊരു സ്ഫിയർ വരച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, വീണ്ടും സ്ഫിയർ വരച്ചു കഴിഞ്ഞാൽ അതിലൂടെ പോകുന്ന ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സും സെയിം തന്നെയാവും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ഇൻക്രീസസ് റിമെയിൻ സെയിം ആണ് കേട്ടോ, റിമെയിൻ സെയിം. ഓക്കെ, അതാണ് കറക്റ്റ് ഓപ്ഷൻ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ എ ഹോളോ സിലിണ്ടർ ഹാസ് എ ചാർജ് Q coulomb within it. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ സിലിണ്ടർ പറഞ്ഞാൽ Q by epsilon 0. ഓക്കെ, അതിൽ നമ്മളുടെ ഈ ഫൈ ഈസ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ഇൻ യൂണിറ്റ്സ് ഓഫ് വോൾട്ട് സെക്കൻഡ്സ്. ഓക്കെ, വോൾട്ട് സെക്കൻഡ് അസോസിയേറ്റഡ് വിത്ത് കർവ്ഡ് സർഫസ് ബി. ഓക്കെ, അപ്പോൾ മൊത്തം ഫ്ലക്സ് Q by epsilon 0. അതിൽ കർവ്ഡ് സർഫസിലും ഉണ്ട്, അതുപോലെ തന്നെ 2 ഫ്ലാറ്റ് സർഫസസ്, അതായത് 2 എൻ ഫേസസിലും ഉണ്ട്. ഈ 2 എൻ ഫേസസിലുള്ള ഫ്ലക്സ് സെയിം ആവും, കാരണം സിമെട്രിക്കൽ ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ നോക്കൂ, കർവ്ഡ് സർഫസിൽ എന്താ ഫൈ ആണ്, പ്ലെയിൻ സർഫസസിലെ ഫൈ വിത്ത് പി വിചാരിച്ചോ, ഫൈ വിത്ത് സഫിക്സ് പി. അപ്പോൾ 2 പ്ലെയിൻ സർഫസിലെ 2 × 5p. ഓക്കെ, അപ്പോൾ മൊത്തം ഫ്ലക്സ് ആയി ഈക്വൽ ടു Q by epsilon 0. അവിടുന്ന് 5p എന്താ വരിക, ½ × Q by epsilon 0 - 5. അപ്പോൾ ½ × Q by epsilon 0 - 5. ഓക്കെ, അത് എന്താ പറയുക, സാധാരണ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു നല്ല ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അതിലെ ചാർജ് Q is located at the center of a cube. The electric flux through any phase. ക്യൂബ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4 സൈഡിൽ 4 സർഫസ്, മേലെയും താഴെയും 2 സർഫസ്, മൊത്തം 6 സർഫസാണ്. ഒരു ക്യൂ സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഫ്ലക്സ് Q by epsilon 0. ദാറ്റ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് സിമെട്രിക്കലി ഓവർ ദ 6 ഫേസസ്. അപ്പോൾ ഓരോ ഫേസിലും എത്രയുണ്ടാവും, Q by epsilon 0യുടെ 1/6, അതായത് Q by 6 epsilon 0 ആണ് വരേണ്ടത്. Q by 6 epsilon 0, അത് ഇവിടെ നോക്കിക്കേ, ഇവിടെ 4π മേലെയും താഴെയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റാ, Q by 6 epsilon 0 വരും. ഓക്കെ, ഇവിടെ ചാർജ് Q micro coulomb is placed at the center of a cube. The flux coming out from any surface will be. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, ഒരു സർഫസിലൂടെ വരുന്നത് 1/6 ആവും. അപ്പോൾ Q × 10⁻⁻⁶ by 6 epsilon 0. അപ്പോൾ Q × 10⁻⁻⁶ divided by 6 epsilon 0 പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എ ചാർജ് ക്യാപിറ്റൽ Q is placed at the corner of a cube. The electric flux through all the 6 faces of the cube is. അതിൽ നമ്മൾ ഇപ്പോൾ ടേബിളിൻ്റെ മേലെ നിങ്ങൾ 4 ക്യൂബ് അങ്ങ് വെക്കുക, ചേർത്ത് വെക്കുക. ഓക്കെ, ആ 4 ക്യൂബിൻ്റെയും കൂടെ ഇപ്പോൾ 4 ക്യൂബിൻ്റെയും കൂടെ സെൻറ്ററിൽ നമ്മൾ അതേ ചാർജ് അങ്ങോട്ട് വെക്കുക. ഓക്കെ, ഇപ്പോൾ അതേ ഇങ്ങനെ 4 ക്യൂബ് ടേബിളിൻ്റെ മേലെ വെച്ചു. എന്നിട്ട് നമ്മളുടെ ചാർജ് നമ്മൾ വെക്കേണ്ടത്, ചാർജ് വെക്കേണ്ടത് എവിടെയാണ്, ചാർജ് വെക്കേണ്ടത് ഇവിടെ, നേരത്തെ ചെയ്തതാണ്. ഓക്കെ, അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ഇനി അതിൻ്റെ മേലെ നമ്മൾ ഇതേപോലെ 4 ക്യൂബ് കൂടെ വെക്കുക. അപ്പോൾ ഇത് മൊത്തം ചേർന്നിട്ട് എത്രയായി, മൊത്തം ചേർന്നിട്ട് ഒരു വലിയ ക്യൂബായി. ഓക്കെ, അതിനകത്ത് 8 ചെറിയ ക്യൂബ്സ് ഉണ്ട്. ഓക്കെ, ആ 8 ക്യൂബിൻ്റെയും കോർണറിലാണ് ചാർജ് ഇരിക്കുന്നത്. ആ ചാർജിൽ നിന്ന് മൊത്തം പുറത്തേക്ക് വരുന്ന ഫ്ലക്സ് Q by epsilon 0. ആ 8 ക്യൂബും സിമെട്രിക്കലാണ്. അപ്പോൾ the flux through each cube will be 1/8 of the total flux. അതായത് Q by 8 epsilon 0 വരും. ഓക്കെ, അപ്പോൾ Q by 8 epsilon 0 പറഞ്ഞു കഴിഞ്ഞാൽ അതെവിടെയാ, Q by 8 epsilon 0. ഓക്കെ.